ദൈവത്തിൽ ആഗ്രഹിച്ച് നമുക്ക് ലണ്ടൻ പ്രാർത്ഥനയുടെ മുമ്പ് വിശേഷം പറയുന്നത് നമുക്ക് സംസാരിക്കാം, എല്ലാവരും പ്രാർത്ഥിക്കാം, പോവാം. ശുശ്രൂഷകരമായി പോകാൻ സ്നാനപ്പെട്ടതിന്റെ ഉദ്ദേശം എന്താണ് പറയുക, സ്നാനപ്പെട്ടാൽ ലഭിക്കുന്ന നന്മ എന്താണ് എന്നതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അതിലൂടെ ആരാധനയാണ്, ദൈവത്തിന്റെ അന്ത്യകൽപ്പനയാണ്. അപ്പോൾ തന്നെ ശിഷ്യന്മാർ അത് നിവർത്തിക്കുകയും അവർക്ക് പ്രാർത്ഥിക്കാം, അദ്ദേഹത്തിന്റെ ശ്രദ്ധ ശക്തമായ ശുശ്രൂഷിക്കുവാനുള്ള ബലപ്പെടുത്തുന്നതാണ്. പ്രാർത്ഥിക്കാം. സ്നാനപ്പെട്ടവർക്കും സ്നാനപ്പെടാൻ പോണവർക്കും ആ ക്ലാസ് വളരെയധികം പ്രയോജനപ്രദമായിരുന്നു. വീണ്ടും ഞങ്ങൾ സ്നാനപ്പെടാൻ പോകുന്ന ആ യാത്രകളെല്ലാം ഒരുമിച്ച് അനുഗ്രഹിക്കും. സ്നാനപ്പെട്ട് ആ സ്നാനത്തിന് അതേ വചനത്തിൻ്റെ നിലനിൽപ്പാൻ വീണ്ടും ഈ ക്ലാസ് എവിടെയൊക്കെയാണോ പ്രയോജനപ്പെടുന്നത് അവർക്കെല്ലാം ഒരു സ്നാനത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുത്തില്ല. വീണ്ടും അവർ സ്നാനപ്പെടുവാനുള്ള ഇതിനായിരിക്കട്ടെ. സ്നാനപ്പെട്ടവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. അതിന് സ്നാന ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരെ ഒരുമിച്ച് അനുഗ്രഹിക്കും. അവിടെ എല്ലാ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കും. എൻ്റെ ദൈവമഹത്വം വെളിപ്പെടുത്തുന്നു. എല്ലാം ചന്തോചിതമായി ചെയ്തിരിക്കുക. സ്തോത്രം. എല്ലാം ഞാൻ കഴിച്ചു യേശുവിൻ നാമത്തിൽ. സാക്ഷ്യം പറഞ്ഞാൽ എഴുന്നേറ്റൊരു സാക്ഷ്യമാണ്. സാക്ഷ്യം പറഞ്ഞു ഞാൻ സ്റ്റാൻഡപ്പ് സാക്ഷ്യം ദൈവത്തിന് മാത്രമുള്ള സാക്ഷിയായിരിക്കും. നന്ദി പറഞ്ഞു. ഈ സാധനം എടുക്കാൻ കാണാൻ ഞാൻ ചെയ്ത തെറ്റുകൾ തന്നെയാണ് എനിക്ക് സാധനത്തിനുണ്ടായി പ്രത്യേകതയോ എന്താണെന്നും അവരിൽ നിന്നും ലഭിച്ച സ്നേഹവും അതൊക്കെ തന്നെയാണ് ഈ സാധനം എടുക്കാൻ വേണ്ടി ദൈവം പ്രേരിപ്പിച്ചത്. ഇത് പല നാളുകൾ ആഗ്രഹിച്ചതാണെങ്കിലും പല കാരണങ്ങളാൽ മുറിയപ്പെടുന്നതാണ് ഈ സാധനം. അതുകൊണ്ട് തന്നെയാണ് ഈ സാധനം എടുക്കുന്നത്. സ്നാനത്തിൽ നമുക്ക് നേരത്തെ ദിവസം പറഞ്ഞ പോലെ ഇതൊരു നിർബന്ധിത ശുശ്രൂഷയല്ല. സ്വയമായി തീരുമാനമെടുക്കുകയും എന്റെ പാവങ്ങളുടെ പരിഹാരത്തിന് അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേരുവാൻ ഞാൻ നിർവഹിക്കേണ്ടതാണ് എന്നുള്ള ബോധ്യത്തിനോട് മാത്രമേ സ്നാനം കഴിയൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളും സ്കൂളാണ് നമ്മൾ വായിക്കുന്ന ഷണന് സ്നാനം അല്ലെ. ഷണനും ഫിലിപ്പോസും കൂടെ യാത്ര ചെയ്യുമ്പോൾ തെരുവിൽ വെച്ച് ചോദിക്കുന്നു, ഇതാ വെള്ളം കിടക്കുന്നു, ഞാൻ സാറിന് നിനക്ക് വല്ല തടസ്സമുണ്ടോ എന്ന് ഷണൻ ചോദിക്കുന്നു. വിശ്വസിക്കുന്നതിന് ആകാമെന്ന് ഫിലിപ്പോസ് തിരിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ് എല്ലാവരും എല്ലാവരും അപ്പോൾ പൂർണ്ണ സമ്മതപ്രകാരം ചെയ്യുന്ന ശുശ്രൂഷയാണ്. അപ്പോൾ എന്നാൽ ദൈവസഭയുടെ ഉത്തരവാദിത്തമാണ് നേരെ നമ്മൾ വായിച്ച അന്ത്യകാലത്തിൽ ആകെ കഴിപ്പിച്ചും കൽപ്പനയാണ്. അപ്പോൾ അത് ദിവസം നിർവഹിക്കണം. അപ്പോൾ ദൈവസഭയുടെ വളർച്ചയിൽ പറഞ്ഞത് ഇപ്രകാരമാണ്. അപ്പോൾ സഭയിൽ സ്നാനങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ദൈവസഭ വളർച്ചയില്ല. അപ്പോൾ സഭയുടെ വളർച്ചയ്ക്ക് സ്നാനങ്ങൾ നടന്നില്ല. മറ്റൊരു സ്റ്റെപ്പാണ് അഭിഷേകം പറയുന്നത്. ഈ അഭിഷേകത്തിന് വേണ്ടിയുള്ള അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാവരും അഭിഷേകം പ്രാപിച്ച് കർത്താവിനെ ആത്മാവിശ്വസിച്ച് ആരാധിക്കുന്ന ഒരു നിലവിലേക്ക് വരുമ്പോൾ ദൈവം നമ്മളെ പിന്നെയും ഉയർത്തുവാൻ പറയുന്നത്. അവിടെ നമ്മൾ ചെയ്യുന്നില്ല. വീണ്ടും കൃപാവരങ്ങളുമായി നമുക്ക് പ്രാപിക്കുമ്പോൾ ദൈവം കൃപാവരങ്ങളാണ് ദൈവസിക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും ദൈവസഭയ്ക്ക് ഒരു വളർച്ചയും മുന്നേറ്റം ഉണ്ടാകാൻ പറ്റുകയാണ്. അതെല്ലാം കർത്താവ് മനസ്സിലാക്കിയിട്ട് നമ്മൾ സ്നാനക്കടലിലേക്ക് കടന്നു പോവുകയാണ്. അപ്പോൾ
ശേഷം പ്രാർത്ഥിച്ച് അല്പം ശേഷം ഞാൻ ഒരു വാക്ക് പറയും, എന്നിട്ട് ചോദിക്കുമ്പോൾ വിശ്വസിക്കുന്നു എന്ന് പറയും. അതേ അവരുടെ വാക്യാണ് അതേ ബാക്കി നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാം.